കെയർ സീരീസ് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് താങ്ക് യു സോ മച്ച്. ഇത്രയും ദിവസം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരു വലിയ ഹഗ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് പറയണം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ഡേ ആയപ്പോഴേക്കും എന്തൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് ഫീൽ ചെയ്തു, ഇഷ്ടപ്പെട്ടോ, നിങ്ങളുടെ മുടീനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റിയോ, എന്തൊക്കെയാ ഫീൽ ചെയ്തതെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റ് എൻഡ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മളുടെ ലെങ്ത് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഇത്രയും സീരീസിൽ നമ്മൾ സ്കാൽപ് കെയർ ചെയ്തു, ബോൺ ട്രീറ്റ്മെന്റ് ചെയ്തു, അതുപോലെ നമ്മൾ നമ്മുടെ ഹെയറിനെ പറ്റി മനസ്സിലാക്കി, മസാജിങ് ടെക്നിക്സ് എങ്ങനെയാ, ഹെയർ ഗ്രോ ചെയ്യേണ്ട സാധനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് മുടി വളരണം. നമ്മുടെ എല്ലാവരുടെയും മുടി സ്കാൽപ്പ് എന്നിട്ട് വളരും. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് സ്കാൽപ്പ് എന്നിട്ടുള്ള ഹെയർ ഗ്രോത്ത് കുറവായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ നിന്ന് നമുക്ക് മുടി വളർത്താൻ എളുപ്പം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് പാടായിട്ടുള്ള എന്താ അറിയോ, മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഈ ലെങ്ത്തിൽ ഈ മുടിയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണ മുടി ഇങ്ങോട്ടേക്ക് എത്തിക്കാനാണ് നമുക്ക് പാട്. ഇത് വളരണതിൻ്റെ വഴിക്ക് ഡ്രൈ ആയിട്ട് പകുതി പൊട്ടിപ്പോവും, പകുതി സ്പ്ലിറ്റ് എൻഡ്സ് വന്നിട്ട് പൊട്ടിപ്പോവും, പകുതി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പൊട്ടിപ്പോവും. അതല്ലെങ്കിൽ നമ്മൾ വല്ല ട്രിപ്പ് പോവാണ്, നമ്മൾ ബൈക്കിൽ പോവുകയാണെങ്കിൽ അങ്ങനെ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് പൊട്ടിപ്പോവും. നമ്മൾ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അവിടെ ഇവിടെ എങ്ങനെ മുടി പൊട്ടണമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ കേളി ഡ്രൈ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് പൊട്ടണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഇതിലാണ് അത് നിൽക്കുന്നത്. അപ്പം ഞാൻ പറയാൻ പോണത് എങ്ങനെ നമുക്ക് നമ്മുടെ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പം ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, നമ്മളുടെ ഇങ്ങോട്ടേക്ക് വരുന്ന മുടീനെ പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങോട്ട് വളരുന്ന മുടിക്ക് വേണ്ട മോയ്സ്ചർ കൊടുക്കുക. നമുക്ക് മോയ്സ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുടി പൊട്ടിപ്പോകുന്നത് കുറവായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അതിന്റെ നോർമൽ ഒരു ഫേം ആയിട്ടുള്ള പ്ലംഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നമുക്ക് അതിനെ പൊട്ടിക്കാൻ പാടായിരിക്കും. എന്നാൽ ഡ്രൈ ആയിട്ടുള്ള സാധനമാണെങ്കിൽ ടക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് പൊട്ടിച്ചെടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മുടിയുമല് ആ മോയ്സ്ചർ കൊടുക്കുക. നിങ്ങൾ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണ്, കേളി ഹെയർ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേളിന്റെ സ്ട്രക്ചർ കണ്ടോ, ഇതേപോലത്തെ സ്ട്രക്ചർ ആവുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ ഈ ഇവിടെ നിന്നുള്ള എണ്ണ ഇങ്ങോട്ടേക്ക് എത്താൻ ഒരാഴ്ചയെങ്കിലും എടുക്കും. ഓരോരുത്തരുടെ ഹെയർ ഡിപ്പെൻഡ് ചെയ്തു. ഓക്കെ, എന്റെ മുടിയിലൊക്കെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും മുടി നല്ല സോഫ്റ്റ് അങ്ങനെയായിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അത് ഇവിടം വരെ എത്താൻ സമയം എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ദിവസം ആ ഒരാഴ്ച നമ്മുടെ മുടി ഇങ്ങനെ ാനുള്ള ഫ്രജൈൽ ആയിട്ടുള്ള അവസ്ഥയിൽ അപ്പൊ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ മോയ്സ്ചർ കൊടുക്കുക. മോയ്സ്ചർ എങ്ങനെയാ നമുക്ക് കൊടുക്കുക, വെള്ളം കൊണ്ട് മാത്രമേ നമുക്ക് മോയ്സ്ചർ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ചൊക്കെ നമുക്ക് ഓയിൽസിലൂടെയും നമുക്ക് പെനട്രേറ്റ് ചെയ്യിപ്പിക്കാം. പക്ഷെ ഓയിൽസ് മെയിൻ ആയിട്ട് നമ്മളുടെ മുടീനെ കോട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ പച്ചവെള്ളം, നോർമൽ വാട്ടർ മാത്രം നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓയിലാണ്. ഇത് സ്പ്ലിറ്റ് എൻഡ് ഓയിൽ എന്നോ സ്പ്ലിറ്റ് എൻഡ് സിറം എന്നോ ഒക്കെ വിളിക്കുന്നത്. ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓയിലാണ്. ഇത് ഞാൻ ഇന്ന് ഫ്രഷ് ബാച്ച് ഉണ്ടാക്കിയതാണ്. ഇതിനകത്തോട്ട് ഇച്ചിരി ഞാൻ അവക്കാഡോ ഓയിൽ ആഡ് ചെയ്തത്. അതാണ് ഇതിന്റെ കളർ ഇങ്ങനെ മാറിക്കണം. ഓക്കെ, ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് വേഗം പോയി കണ്ടിട്ട് വാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ബോട്ടിൽ വേണം കേട്ടത്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാൽ ഞാൻ ഈ സൈറ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഒഹോബ ഓയിൽ വേണം, കാരണം അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഓയിലാണ്. പിന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ സ്കാൽപ്പിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലില്ലേ, അതിനൊന്നും മിമിക് ചെയ്യാൻ പറ്റണ പോലത്തെ ഓയിലാട്ടോ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ അവക്കാഡോ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ മുടി ഭയങ്കര ഇങ്ങനെ ഓരോ മുടിനാരുകളും കട്ടിയുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് അവക്കാഡോൻ്റെ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കണത്. പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ കുറച്ചൊരു ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ എൻ്റെ മുടിക്ക് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിറ്റമിൻ ഇൻ്റെ ഇത് നിങ്ങളുടെ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ 1-2 ഡ്രോപ്പ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഹെയർ സെറം ഉണ്ടല്ലോ, എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇതിൽ വാനില എസൻസ് ഇടുന്നുണ്ട്. ഇത് എസൻസ് അല്ല, എസെൻഷ്യൽ ഓയിൽ. ഇത് നമുക്ക് നല്ലൊരു മണം കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ നമ്മളെന്താ ഹെയർ സിറം ആണ് ഇടണേന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ അതിലോട്ട് ഒരു ഡ്രോപ്പ് ഓഫ് ലാവൻഡർ ഓയിൽ, ആ ഒരു കാമിങ് ഒരു മണത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇതിനകത്ത് അവക്കാഡോ ഓയിൽ ഇട്ടോണ്ടാട്ടോ ഈ ഒരു കളറ്, ഇങ്ങനത്തെ ഒരു യെല്ലോ കളറ്. അല്ലെങ്കിൽ ഇത് നോർമൽ ഇങ്ങനത്തെ ഒരു വൈറ്റ്, നിങ്ങൾ മനസ്സിലാവേയില്ല ഇത് നമ്മൾ നോർമൽ ഹെയർ സിറം അല്ലെന്ന്. ഞാൻ മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ജ്യൂസി കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആട്ടോ. അതും ഇതുമായിട്ട് ഡിറ്റോയാണ്. ഞാൻ ഉണ്ടാക്കിയത് കുറച്ചും കൂടി നല്ലതാന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എണ്ണകൾ എടുക്കണേ. ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ സ്ക്രീൻഷോട്ടിനകത്തുനിന്ന് നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ സിറം ഉണ്ടാക്കാം. അപ്പൊ ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇന്ന് ചെയ്യണത്. ഇത് നിങ്ങൾ വീക്കിലി
വീക്ക്ലി വൺസ് ചെയ്യുക. ഓക്കെ, വീക്ക്ലി വൺസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം, ഡെയിലി ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം. വീക്ക്ലി വൺസ് എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മുടി എടുക്കുക. മുടി എടുത്തിട്ട് സാവധാനം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കും, വല്ല പാട്ടൊക്കെ കേട്ടോ. കാരണം നമ്മളുടെ ഒരു ഹെയർ കെയർ ദിവസമാണെന്ന രീതിയിൽ എടുത്തിട്ട് നിങ്ങൾ ഓരോ മുടി എടുക്കുക. എന്നിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ എന്റെ ഹെയറിൽ നോക്കുമ്പോൾ എനിക്ക് അത്ര വലിയ സ്പ്ലിറ്റൻസ് ഇല്ല, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ മുടി എടുക്കുക, എന്നിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. ചിലവര് നോട്ട്സ് ഉണ്ട്, മുടിക്കായ ഉണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ കായ ഉണ്ടെങ്കിലും വൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ അഴിച്ച് തിരിച്ചെടുക്കാനായിട്ട് വലിയ പണം പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ വെച്ച് കട്ട് ചെയ്യുക. നിങ്ങൾ നനഞ്ഞ മുടി കെട്ടി വെക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ സമയം എടുത്ത് നമുക്ക് സ്പ്ലിറ്റൻസ് കട്ട് ചെയ്യാം. ഈ സ്പ്ലിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ, നമ്മളുടെ തലയിൽ നിന്നുള്ള മോയ്സ്ചർ താഴത്തോട്ട് എത്തുന്നില്ല. താഴത്തോട്ട് എത്താണ്ടാവുമ്പോൾ എന്ത് പറ്റും, അവിടെ ഡ്രൈ ആയി ആ മുടി അങ്ങനെ സ്പ്ലിറ്റ് ആയി പോവാണ്. അങ്ങോട്ട് അതിന് വേണ്ടത്ര സപ്പോർട്ട് അങ്ങോട്ടേക്ക് കിട്ടുന്നില്ല എന്നാണ് നമ്മുടെ സ്പ്ലിറ്റൻസിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ മുടി കെട്ടിവെക്കുക, മുടിയുടെ തുമ്പ് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുക, എക്സ്ട്രാ കെയർ കൊടുക്കുക. കാരണം അതിന് തന്നെത്താനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മോയ്സ്ചർ അതിന്റെ കയ്യിലില്ല. അപ്പൊ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോഴേക്കും തലോണെ തട്ടുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്ത് ചെറിയൊരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുടി അങ്ങോട്ട് സ്പ്ലിറ്റ് ആയി പോകും. ഓക്കെ, സ്പ്ലിറ്റ് ആയി പോയിട്ടുള്ള മുടി പിന്നെ നമുക്ക് തിരിച്ചൊട്ടിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ആ സ്പ്ലിറ്റൻസ് ഇങ്ങനെ വലുതാവണേ മുമ്പ് നിങ്ങൾ ആഴ്ചയിൽ അത് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. ചില ആളുകൾക്ക് മാസത്തിൽ ഒരു തവണ ട്രിം ചെയ്താൽ മതി. പക്ഷെ എന്റെ ഒക്കെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോയ്സ്ചർ താഴത്തോട്ട് എത്താത്തത് കൊണ്ട് എനിക്ക് ആഴ്ചയിൽ കട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റൻസ് വരട്ടോ. നമ്മൾ ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, എന്താണ് സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, എന്റെ മുടി ഭയങ്കര ഡാമേജ്ഡ്, ആ സ്പ്ലിറ്റൻസ് വരണം. ഇല്ല, നിങ്ങളുടെ കേളി ഹെയർ ആണെങ്കിൽ സ്പ്ലിറ്റൻസ് വരണം, കാരണം മോയ്സ്ചർ അവിടെ എത്തില്ല, അത് നോർമലാ. ഓക്കെ, അപ്പൊ നമ്മളത് നോർമൽ ആണെന്ന് ചിന്തിച്ചോണ്ട് നമ്മൾ ആഴ്ചയിൽ വെട്ടിക്കളയാം. ഓക്കെ, തിരിച്ചു ഒരു തുമ്പ് വെട്ടുമ്പോൾ എന്ത് പറ്റാൻ, വെട്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള കെയർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പ്ലിറ്റൻസ് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ വർഷത്തിലൊരിക്കൽ എങ്ങാനും ഇല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സലൂൺസിൽ പോയിട്ട് ട്രിം ചെയ്യാം. അല്ലാണ്ട് മാസത്തിൽ സലൂൺസിൽ പോയി ട്രിം ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സലൂൺസിൽ പോയി ട്രിം ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അവർ ലെങ്ത് വെട്ടിക്കളയും. എനിക്കറിയില്ല, എനിക്ക് ലെങ്ത് കാണുമ്പോഴേക്കും ഇങ്ങനെ വെട്ടണം എന്ന് ഇങ്ങനെ തരിക്കും തോന്നുന്നു. എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് മുടി, നമ്മൾ ലെങ്ത് വെക്കാനാണല്ലോ മുടി വളർത്തണേ, ആ മുടിയുടെ ലെങ്ത് അങ്ങോട്ട് വെട്ടിക്കളയും ഈ തുമ്പിങ്ങനെ ഞാഞ്ഞ് കിടക്കുമ്പോൾ. അപ്പൊ നമ്മൾ തന്നെ ഇരുന്ന് പയ്യനെ ഓരോന്ന് വെട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് പ്രശ്നം എന്റെ മുടിയിൽ ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിന് ഈ ഓയിൽ എടുക്കുക. ഈ ഓയിൽ ഇടണേ മുമ്പ് നിങ്ങൾ ഇച്ചിരി വെള്ളം എടുത്തിട്ട് മുടിയിൽ ഇടണം കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, വാട്ടർ കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പൊ ഇത് നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാതെ നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കണേ മുമ്പ് ചെയ്യാം. നോർമലി നിങ്ങളുടെ മുടി എങ്ങനെയാണോ അതിൽ നിന്ന് നോർമലായിട്ട് ഡ്രൈ ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്തതിന് ശേഷം നന്നായിട്ട് അബ്സോർബ് ആക്കിക്കുക. എന്നിട്ട് ഈ ഓയിൽ എടുക്കുക. ഈ ഓയിൽ കയ്യിലെടുക്കുക. ഇത് നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. നിങ്ങളുടെ ഫൈൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പ് എടുക്കുക, അല്ലെങ്കിൽ 2 ഡ്രോപ്പ് എടുക്കുക. നിങ്ങളുടെ മീഡിയം ഹെയർ ആണെന്നുണ്ടെങ്കിൽ 2 or 3 ഡ്രോപ്പ് എടുക്കുക. ഇനി നിങ്ങളുടെ തിക്ക് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 or 5 ഡ്രോപ്പ് എടുക്കുക. എന്റെ മുടിക്ക് ഞാൻ 5 or 6 ഡ്രോപ്പാണ് ഇതിനകത്ത് നിന്ന് എടുക്കാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മുടിക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കയ്യിലെടുക്കുക. എന്നിട്ട് ഞാൻ എന്റെ ഹെയർ ഫുൾ ഇടും. നിങ്ങൾക്ക് മുടിയുടെ ഇവിടെ നിന്ന് മാത്രമാണെങ്കിൽ ഇടാം. ഞാൻ എന്തുകൊണ്ടാണ് മുടിയുടെ ഫുൾ ഇടുന്നത് വെച്ചാൽ എന്റെ ഇവിടെ നിന്ന് എനിക്ക് മോയ്സ്ചർ ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മുതൽ ഈ തലയോട്ടിന്ന് 1 ഇഞ്ച് വിടും. കാരണം സ്കാൽപ്പിലോട്ട് എനിക്ക് ഈ എണ്ണ അക്യുമുലേറ്റ് ചെയ്യണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇടുക. പിന്നെ ആഴ്ചയിൽ 1 ദിവസം ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇങ്ങനത്തെ ഹെയർ ക്യാപ്പുകൾ വെക്കുക. ഹെയർ ക്യാപ്പ് വെച്ചിട്ട് 10 മിനിറ്റ് കൂടരുത്. ഓക്കെ, 20 മിനിറ്റ് അരമണിക്കൂറൊന്നും വെക്കരുത്, മുടി ഡ്രൈ ഔട്ട് ആയിപ്പോ. 5 മിനിറ്റ് ഇല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം വന്നിട്ട് 10 മിനിറ്റ് മാത്രമേ നിങ്ങൾ സ്റ്റീം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മളുടെ മുടിയിലോട്ട് ഇതിങ്ങോട്ട് നന്നായി പെനട്രേറ്റ് ആയി. ഇതിപ്പോ ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ. എൻ്റെ മുടി ഡ്രസ്സിൽ കാണാനായിട്ട് ഞാൻ ഇത് ചെയ്യണേ മുമ്പുള്ള മുടിയുടെ ആഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, അത് തമ്മിൽ നല്ല വ്യത്യാസമില്ല. എന്ന് വെച്ചാൽ ഡ്രാസ്റ്റിക് വ്യത്യാസമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ മുടിയുടെ അകത്തോട്ട് ആ ഒരു മോയ്സ്ചർ കയറും. അങ്ങനെ മോയ്സ്ചർ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് എല്ലാ ദിവസവും ചെയ്യണ്ട, ആഴ്ചയിൽ 1 ദിവസം മാത്രം. എല്ലാ ദിവസവും സ്റ്റീം നമ്മുടെ തലയിൽ ചെയ്യണം നല്ലതല്ല. അപ്പൊ ആഴ്ചയിൽ 1 ദിവസം മാത്രം സ്റ്റീം ചെയ്യാം. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് മുടിയുടെ തുമ്പിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിപ്പോ നിർബന്ധമായിട്ട് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണം എന്നല്ല. ഇന്നിപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് എന്നിട്ട് നാളെ എപ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ അത്ര മോയ്സ്ചർ ഉണ്ട്, അത്ര ഡ്രൈ അല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നാ ഇടണം എന്ന് വിചാരിച്ചിട്ടിടണ്ട. എന്ത് അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എത്ര നാച്ചുറൽ റെമഡീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാം മിതമായി യൂസ് ചെയ്യാം. എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എന്ത് കടയിൽ നിന്ന് മേടിക്കാൻ സാധനം, എൻ്റെ സാധനം എല്ലാം യൂസ് ചെയ്യാം.
ബാലൻസ് ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, എല്ലാത്തിനും പ്ലസ് പോയിന്റും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്തത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുടി പ്രൊട്ടക്റ്റീവ് ഹെയർ സ്റ്റൈൽ ചെയ്ത് വെക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ കിടക്കുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ആണെങ്കിൽ മുടി പിന്നീട്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടി പൊക്കിയിട്ട് ചുറ്റിക്കെട്ടാം. ഇത് ചുറ്റിക്കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നമ്മൾ മുടി എടുത്തിട്ട് ഓക്കെ, ഇപ്പം ഞാൻ മുടി എടുത്ത് ഇങ്ങനെ ഞാൻ ചുറ്റിക്കെട്ടി ഇതിങ്ങനെ നിങ്ങൾ വയ്ക്കണം. ഓക്കെ, നിങ്ങളുടെ ഈ മുടിയുടെ തുമ്പില്ലേ, ഇത് മുമ്പൊക്കെ എൻ്റെ മുടി എങ്ങനെയായിരുന്നു അറിയോ, തുമ്പ് ഇങ്ങനെ വാലുപോലെ വരും, വെച്ചാൽ കട്ടിയില്ലാണ്ട് വരും. പക്ഷെ ഇപ്പം എൻ്റെ തുമ്പ് എപ്പോഴും ഒരേപോലെ ആയിരിക്കുക. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടിയുടെ തുമ്പില്ലേ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയതിന് ശേഷം, ഇങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പോൾ എന്താ പറ്റിയ വെച്ചാൽ എന്താണ്, എന്തുകൊണ്ടോ എൻ്റെ മുടി തിന്നാവണില്ല. മേ ബി ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ചുറ്റി കെട്ടുമ്പോൾ ഇതിങ്ങനെ വലിച്ചിങ്ങനെ കെട്ടത്തില്ലേ, അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ ടെൻഷൻ കൊടുക്കുക. തുമ്പെന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്തായാലും മോയ്സ്ചർ ഇല്ലല്ലോ, മോയ്സ്ചർ ഇല്ലാതെ വരുമ്പോൾ നമ്മളിങ്ങനെ വലിക്കുകയും കൂടി ചെയ്യുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ആ തുമ്പ് ഭയങ്കര തിന്നായി പോകും. വെച്ചാൽ നമ്മുടെ മുടീൻ്റെ ഉള്ള ആ എന്താണ് റൗണ്ട് സാധനങ്ങൾ പോണതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എൻ്റെ മുടിയുടെ തുമ്പ് ഒരേ ലെവലിൽ നിൽക്കുന്നുണ്ട്. മറ്റിങ്ങനെ ഭയങ്കര തിന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ തിന്നായി ഫീൽ ചെയ്യണില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ മുടിയുടെ തുമ്പ് മാത്രം പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ മേളിൽ വെക്കണം. നിങ്ങൾ ഇപ്പോൾ രണ്ട് സൈഡ് പിന്നിടുകയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ തുമ്പ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ തുമ്പ് വരെ പിന്നിടത്തില്ലേ, അങ്ങനെ ചെയ്യരുത്. ആ തുമ്പ് ഇച്ചിരി ലീവ് ചെയ്തിട്ട് വേണം നിങ്ങൾ പിന്നിടാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എന്നിട്ട് പ്രൊട്ടക്ട് ചെയ്ത് ഇവിടെ വെക്കാൻ വേണം. അങ്ങനെ തുമ്പ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് പിന്നെ അതിന്റെ മേളിൽ കിടന്ന് ഉറങ്ങരുത്. ഓക്കെ, അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൈനാപ്പിൾ ഹെയർ സ്റ്റൈൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു തവണ ഇങ്ങനെ ബുഷ് ഇടാം, എന്നിട്ട് ഇങ്ങനെ ഒരു പൈനാപ്പിൾ പോലെ ഇരിക്കും കാണുമ്പോൾ. അപ്പം എന്ന് വെച്ചാൽ മുടി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടായിരിക്കും ഇരിക്കുക. നമുക്കിങ്ങനെ ഒട്ടും ഫീൽ ചെയ്യില്ല നമ്മളുടെ മുടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തൊട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോണ പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ ഇത് ഒരു നല്ല ഹെയർ സ്റ്റൈലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇതെവിടെയെങ്കിലും ഉള്ള ഹെയർ സ്റ്റൈലാണോ അറിയില്ല, ഇത് ഞാൻ ചെയ്യാറുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾ ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് മുടി ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ നിച്ചർ ഒന്ന് ലൂസനാക്കിയതിന് ശേഷം പിന്നുക. ഓക്കെ, അപ്പൊ നമ്മൾ കിടന്നിട്ട്, ഞാൻ മിക്കപ്പോഴും കിടന്ന കിടപ്പിലാണ് പിന്നിടാറുള്ളത്. കാരണം അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് അറിയാലോ. ഇപ്പൊ ഞാൻ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നാറുണ്ട്. ഇവിടെ ലൂസനാക്കിയിട്ട് പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കണ്ട. എന്നുവെച്ചാൽ നമ്മുടെ തല ഇവിടെ ആയിരിക്കും. അപ്പൊ ആ മേളിലുള്ള മുടി ഭാഗം ഒന്നും അവിടെ ഇവിടെ ഒന്നും കൊള്ളത്തില്ല. പിന്നുള്ളൊരു ഹെയർ സ്റ്റൈല്, നിങ്ങൾ രണ്ടായിട്ട് മുടി ഡിവൈഡ് ചെയ്തിട്ട് ലൂസായിട്ട് ബ്രെയ്ഡ് ചെയ്യുക. രണ്ടായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ബാക്ക് വശം തലോടയിൽ തട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി ഉറങ്ങാം. ഇതിപ്പോ ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ കിടന്നുറങ്ങണവർക്കാട്ടോ. നമ്മൾ പലവരും, ചിലവർ കമന്ന് കിടക്കുക, ചിലവർ ചരിഞ്ഞ് കിടക്കുക, സൈഡിൽ കിടക്കുക. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഹെയർ സ്റ്റൈൽ മാറ്റാം. ആകെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിരിക്കരുത്. മുടി കംഫർട്ടബിൾ ആയിട്ടിരിക്കണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി ഉറങ്ങാൻ പറ്റണം. നിങ്ങൾ ഉറങ്ങാതെ പ്രൊട്ടക്റ്റീവ് ഹെയർ സ്റ്റൈൽ ചെയ്തിരുന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, കംഫർട്ടബിൾ ആയി ഉറങ്ങാൻ പറ്റണം. മുടി ലൂസ് ആയിട്ടുണ്ടാവണം. അവിടെ ഇവിടെയും അങ്ങനെ ഇങ്ങനെയൊന്നും വലിയോ മുറിയോ അങ്ങനെയൊന്നും ചെയ്യല്. പിന്നെ മുടി മൊത്തത്തിൽ കെട്ടിയിട്ടുണ്ടാവണം, വെച്ചാൽ ഒതുങ്ങിയിരിക്കണം. മുടി ഇങ്ങനെ പാറി നമ്മുടെ ബെഡിൽ ഫുൾ ആവരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിടക്കാം. നിങ്ങൾ സാറ്റിൻ പില്ലോ കേസും സാറ്റിൻ ബെഡ്ഷീറ്റും ആണ്, അല്ലെങ്കിൽ സാറ്റിനെക്കാളും സിൽക്കാണെന്ന് കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നേരെ കിടക്കാം. കാരണം തട്ടിയാലും മുട്ടിയാലും വലിയ കാര്യമായിട്ടുള്ള ഒരു കോട്ടന്റെ അത്ര ഡാമേജ് ഉണ്ടാക്കില്ല നിങ്ങളുടെ ബോഡിക്ക്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കിടക്കാം. കെട്ടിക്കിടക്കാണെങ്കിൽ, എനിക്ക് കെട്ടിക്കിടക്കാനെ കുറച്ചുകൂടി ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കംഫർട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഹെയർ കെയർ സീരീസ് ആണ്. മിസ് ചെയ്യാം എല്ലാ ദിവസവും വീഡിയോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റെസ്പോൺസ് കിട്ടിയിട്ടാണ് ഇനി വേറെ എന്ത് ചെയ്യണം, വേറെ സീരീസ് ചെയ്യണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ, നമ്മുടെ ഈ സീരീസ് എങ്ങനെ പോയെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മളുടെ സീരീസിൽ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ ഫോളോ ചെയ്യുക. എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഒരു കാര്യം മാത്രം മനസ്സിൽ വയ്ക്കുക, കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഓക്കെ, മെയിൻ കാര്യം, നമ്മൾ മുടീനെ മുടിയായിട്ട് കണ്ടാൽ മതി. ഓക്കെ, മുടീനെ നമ്മൾ ഭയങ്കര മെയിൻ ക്യാരക്ടറായിട്ട് കാണരുത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് ഭയങ്കര അഹങ്കാരം വരും. അപ്പൊ അതുകൊണ്ട് മുടീനെ നോർമലായി കാണാം, ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്ക് അതിനാവശ്യമുണ്ടെങ്കിൽ അത് നോക്കാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. പിന്നെ നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടിരിക്കുക. ഓക്കെ, നമ്മളുടെ മുടി എന്താണെന്നുള്ളത് നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് ഡേ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിന്റെ പ്രീവിയസ് കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഓക്കെ, വേറൊരാളുടെ മുടിയെ വെച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത്, കാരണം നിങ്ങളുടെ മുടിയല്ല അത്. ഓക്കെ, നമ്മളിപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് വേണം നിങ്ങൾ ഹെയർ കെയറിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ
കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. ഒരുപാട് കൊടുക്കുന്നതിനെക്കാട്ടും നല്ല എപ്പോഴും സിമ്പിൾ ആക്കി വെക്കുക. എല്ലാ ദിവസവും മുടീനെ കെയർ ചെയ്യണ്ട. ഓക്കെ, ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസം അങ്ങനെ മാത്രം നിങ്ങൾ കെയർ ചെയ്താൽ മതി. ഓക്കെ, എല്ലാ ദിവസവും വീഡിയോ ഇട്ടപ്പോൾ രസമൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ നേരത്തെ പ്രീ ഷൂട്ട് എല്ലാം ഷൂട്ട് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷമാണ് എൻ്റെ അപ്ലോഡ് ആക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയേ. എനിക്കിഷ്ടം. എനിക്ക് നിങ്ങളായിട്ടൊരു കണക്ഷൻ ഉണ്ടായിട്ടുള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ പറയും. എത്ര തവണ കമന്റ് സെക്ഷനിൽ പറയുന്നത്. ബൈ.